കൂട്ടി കൊണ്ടുവരിക. ചെറുതായിട്ട് കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് പാല് കൊടുക്കണം. പാല് നിർത്തുന്ന സമയം പറഞ്ഞുതരാം. ഏതാ? പാല് 3 പ്രാവശ്യം കൊടുക്കണം. അത് അതിന് അളവില്ല, കൊടുക്കാം. നോക്കിക്കോളൂ. അപ്പൊ നമ്മളിപ്പോ എത്ര ദിവസമായി? 80 ദിവസമായി. ഐഡിയക്ക് ചെറിയ അളവില് കൂട്ടി 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 കൊടുത്ത് വിൽക്കണ സമയമാകുമ്പോ 500 ഗ്രാം ഈ ആട് കോൺസെൻട്രേറ്റ് ഫീഡ് തിന്നുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം. മനസ്സിലായോ? 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 പറഞ്ഞുതരാം. ഇനി നമ്മള് ഒരു 20 ദിവസം കഴിയുമ്പോൾ 1 ml ലിവർ ടോണിക് കൊടുക്കാം. 1 ml ലിവർ ടോണിക് ഫീഡിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ആഴ്ചയിൽ 3 ദിവസം കൊടുത്താൽ മതി. ആഴ്ചയിൽ 3 ദിവസം. ഒരു ml ആഴ്ചയിൽ 3 ദിവസം കുട്ടിക്ക്. 2 ആഴ്ച കഴിയുമ്പോൾ 2 ml ആക്കാം. 2 ആഴ്ച കഴിയുമ്പോൾ 2 ml ആക്കാം അളവ്. 2 ആഴ്ച കൂടി കഴിയുമ്പോൾ 5 ml വരെ ആവാം. ലിവർ ടോണിക് കൊടുക്കേണ്ട വിധാണ് പറയണേ. 20 ദിവസം കഴിയുമ്പോൾ 1 ml പെർ കിഡിന് കൊടുക്കാം. ഫീഡിന്റെ കൂടെ മിക്സ് ചെയ്താണ് കൊടുക്കേണ്ടത്. ആഴ്ചയിൽ 3 ദിവസം മാത്രം കൊടുത്താൽ മതി. 2 ആഴ്ച കഴിയുമ്പോൾ 2 ml കൊടുക്കാം. 3 ആഴ്ച തൊട്ട് മേളിലേക്ക് വരുമ്പോൾ മാക്സിമം പോയാൽ 5 ml വരെ ആവാം. അതുപോലെ ഫിഷ് ഓയിൽ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ആഴ്ചയിൽ 2 ദിവസം മാത്രം കൊടുത്താൽ മതി. ഫിഷ് ഓയിൽ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫീഡ് കൊടുത്തതിന് ശേഷം ഫിഷ് ഓയിൽ കൊടുക്കുക. നിങ്ങൾ ഒരു സംശയവും വേണ്ട. ഞാൻ ഇത് വളർത്തി വിറ്റതാണ്. എന്റെ വാക്കുകളെ വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊരു കുട്ടീനെ മേടിച്ച് എന്റെ ഫാമിൽ കൊണ്ടു നിർത്തിയാൽ ഞാൻ വളർത്തി വലുതാക്കി കാണിച്ചു തരാം. ഞാനിപ്പോ എന്റെ പുതിയ ഫാമില് ഞാൻ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ സാധാരണ വളർത്തുന്നതോടൊപ്പം ചെയ്യാവുന്ന, സീസണൽ ആയിട്ട് ഏറ്റവും പെട്ടെന്ന് ബ്രോയിലർ കോഴീനെ വളർത്തുന്ന പോലെ വളർത്തി വിൽക്കാവുന്ന ഒരു മെത്തേഡാണ്. ഈ മെത്തേഡിൽ നമ്മൾ പുല്ല് കൊടുക്കുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, പുല്ല് കൊടുക്കാണ്ട് വളർത്തുന്ന ഇത്തരം ആടുകളെ ലോങ് ടൈം നമ്മുടെ ഫാമിൽ നിർത്താൻ കൊള്ളില്ല. ഇതിന്റെ ഒരു സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലെങ്കിൽ പിന്നെ ഇതിനെ നമ്മൾ നിർത്തണമെങ്കിൽ ഇതിനെ പതുക്കെ പതുക്കെ പുല്ല് കൊടുത്ത് സാധാരണ തീറ്റ കൊടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വീണ്ടും കൺവേർട്ട് ചെയ്ത് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ 140 ദിവസം കഴിഞ്ഞ് ഇതിനെ നിർത്തിയാൽ ഫീഡ് ചെലവ് കൂടും. ഇതിന് ചത്തൊന്നും പോവില്ല, നല്ല തടി വെച്ചിട്ട് എന്നെ പോലെ ഇരിക്കും. അതാ പ്രശ്നം. ഏത് ബ്രീഡിനെ വേണമെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം. മലബാറിയോ സിരോഹിയോ ബീറ്റലോ. നമ്മൾ മലബാർ ചെയ്യുക തന്നെയാണ് ഏറ്റവും ലാഭം. കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ള ബ്രീഡുകൾക്ക് മാർക്കറ്റിൽ മേടിക്കാൻ ചെല്ലുമ്പോൾ വില കൂടുതലാണ്, പല പ്രശ്നങ്ങളുണ്ടല്ലോ, അറിയാലോ. അപ്പൊ മലബാറി ആകുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. വലിയ ചെലവ് വരില്ല. ഇപ്പൊ പെരുന്നാളിന് 140 ദിവസം മുന്നേ ഇതിനായിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഇതെടുക്കാൻ പറ്റും. നല്ല കുട്ടികളെ പറഞ്ഞു. മാംസം നല്ല ടേസ്റ്റാണ്. നല്ല ബ്രോയിലർ കോഴിയുടെ ഇറച്ചി വളരെ സ്മൂത്താണ്. വളരെ നമ്മുടെ ആടിന്റെ അത്രയും ഹാർഡല്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതെ, നമുക്ക് ഒരേ ടൈമില് ഒരുപോലെ കുട്ടികൾ ഉണ്ടാക്കാനുള്ള പിന്നെ എന്താണ് വാക്സിനൊക്കെ നിലവിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരേ ടൈമില് പിന്നെ മതിലക്ഷണം കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇഞ്ചക്ഷനുകൾ നിലവിലുണ്ട്. പിന്നെ നാടൻ മരുന്നുകളൊക്കെ നിലവിലുണ്ട്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരേ സമയത്ത് ആടുകൾ മതി കാണിക്കുകയും ഒരേ സമയത്ത് പ്രസവിക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപോലെയുള്ള കുട്ടികളെ കിട്ടും. ഒരുപോലെയുള്ള കുട്ടികളെ അങ്ങനെ വളർത്തി വലുതാക്കി വിൽക്കാൻ കഴിയും. കൊപ്പത്ത് വണ്ടന്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ചെറുപ്പളശ്ശേരി പോണ റൂട്ടിലെ വണ്ടന്തറ, അവിടുന്ന് ലെഫ്റ്റ് പോയാൽ വടക്കുമുറി, അവിടെയാണ് ഫാം ഉള്ളത്. നമ്പർ 93 93
9388881010. പിന്നെ ഇപ്പോൾ വന്ന സുഹൃത്ത് ചോദിച്ചത് ആടിന്റെ മാംസം മെഡിസിനൽ വാല്യൂ ഉള്ളത് കൊണ്ടാണല്ലോ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതെന്ന് പറയുണ്ടായി. ഈ ബ്രോയിലർ രീതിയിൽ വളർത്തുന്ന ഈ ആടിന് നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള മെഡിസിനൽ വാല്യൂ ഉണ്ടാക്കാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഈ ഫീഡ് കൊടുക്കുന്നതോടൊപ്പം ചെറിയ അളവിൽ മെഡിസിൻ ആയിട്ടുള്ള ഇലകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ കോഴിക്കൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ ജൈവമട്ട എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന മാതിരി, അത് ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, അതൊക്കെ കൊടുത്താൽ ആ ലെവലിലേക്ക് പിന്നെ വരുത്താൻ കഴിയും. പിന്നെ ഈ ആടുകൾക്ക് കോൺസെൻട്രേറ്റ് അല്ലാണ്ട് കൊടുക്കുന്ന ലാസ്റ്റ് ഘട്ടത്തില് ഈ 110 ഡേയ്സില് 110ാമത് ആവുമ്പോഴത്തേക്ക് കൊടുക്കാറുള്ളത് പയറ് കടലൊക്കെ മുളപ്പിച്ച് ആ കർഷകർ കൊടുക്കുന്നതായിട്ട് കണ്ടു. അത് അവർ അതിനകത്ത് രണ്ടാമത്തെ ഒരു എക്സ്പെരിമെന്റിൽ ചെക്ക് ചെയ്തതാണ്. അപ്പൊ ഈ ആളുകൾ ഈ കോൺസെൻട്രേറ്റ് മാത്രം കൊടുക്കണേന്ന് പറഞ്ഞപ്പോൾ ഒരു ചിലർക്ക് അതിനോടൊരു വിമുഖത ഉണ്ടാവുമല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടാമത് ചെയ്ത ഒരു പ്രൊജക്റ്റിലാണ് പയർ, ചെറുപയറില്ലേ നമ്മുടെ സാധാരണ ചെറുപയറ്, കടല, പയറ് ഇതൊക്കെ മുളപ്പിച്ചിട്ട് ഈ കോൺസെൻട്രേറ്റിന്റെ കൂടെ കൊടുക്കുന്ന ആ ഇതിനെ അവർ ചെക്ക് ചെയ്തു. അത് ഞാൻ ചെയ്തിട്ടില്ല, അതും വിജയകരമായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനെ അഴിച്ചുവിട്ടല്ല വളർത്തുന്നത്. നമ്മുടെ ഈ പിന്നെ എന്താണ് ഷെഡിൽ നിർത്തി തന്നെയാണ് വളർത്തുന്നത്. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെ 24 മണിക്കൂറും വെള്ള സൗകര്യം ലഭ്യമാക്കുക. 24 മണിക്കൂറും കൂടുതൽ വെള്ളം ഉണ്ടാവണം. മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ റെഡ് ബൾബ് ഉണ്ടല്ലോ, സീറോ ബൾബ്, റെഡ് കളറുള്ള സീറോ ബൾബ് ഈ ആടുകൾക്ക് മാത്രം വെളിച്ചം കിട്ടുന്ന ഇതൊക്കെ രീതിയിൽ ഇട്ടുകൊടുത്താൽ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് അനുഭവം. അത് ശാസ്ത്രീയമായിട്ട് പറയുന്നത് ഈ റെഡ് വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ അതിന് എന്തോ ഇത് പറയാൻ എനിക്കറിയില്ല, ഗ്രോത്തില് വ്യത്യാസം ഉണ്ടാവും. കാര്യം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വെളിച്ചം കിട്ടുമ്പോഴത്തേക്ക് ഇത് നൈറ്റും ഫീഡ് ലഭ്യമാക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ കുടിക്കും, അപ്പൊ കുറച്ചുകൂടെ ഗ്രോത്ത് കിട്ടും. അതാണ് മനസ്സിലായത്. സാധാ നമ്മുടെ ആടിന് മുട്ടനാടുകൾക്ക് കൊടുക്കുന്ന 1.8 ചതുരശ്ര മീറ്റർ സ്ഥലം തന്നെ നമുക്ക് ഈ ആടിന് മതി. ഇതിന് വേറെ പ്രത്യേകതയൊന്നുമില്ല, സാധാ ആട് പോലെ തന്നെയാണ്, സാധാ ബ്രീഡ് തന്നെയാണ്. നമ്മൾ പുല്ല് കൊടുക്കുന്നില്ല എന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ല, അതിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുമായിരിക്കും എപ്പോഴും നല്ലത്. മിക്സ് ചെയ്യാണ്ട് അതിനെ നമ്മുടെ ഷെഡിൽ തന്നെ നിർത്തി. ഇത് നിങ്ങൾ നാളെ തന്നെ പോയിട്ട് ഞാൻ ഇങ്ങനെ ഒരു മെത്തേഡ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 25 ആടിനെ മേടിച്ചിട്ട് നാളെ തന്നെ പോയി ബ്രോയിലർ ഗോട്ട് ഫാമിംഗ് തുടങ്ങാൻ ആരും നിൽക്കരുത് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരെണ്ണത്തിന് വല്ലതും മേടിച്ച് ഇത് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് വിജയകരമായി തോന്നിയാൽ മാത്രം ചെയ്യുക. കാര്യം എന്താ വെച്ചാൽ എന്റെ അനുഭവം നിങ്ങൾക്ക് ചിലപ്പോൾ വിജയകരമായിക്കോന്നില്ല. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്നതിന് ശേഷം നിങ്ങളത് ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങൾ എന്റേന്നല്ല, നിങ്ങൾ ഏത് ക്ലാസ്സിൽ പങ്കെടുത്താലും ആരിൽ നിന്ന് എന്ത് ഉപദേശം സ്വീകരിച്ചാലും നിങ്ങൾ ഒരെണ്ണം മേടിച്ച് അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. എന്തായാലും ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു. ഇല്ല വാക്സിനേഷൻ സാധാരണ പോലെയുള്ള വിരമരുന്നുകളും വാക്സിനേഷനും എല്ലാം കൊടുക്കുക. അതിപ്പം നമ്മുടെ ജെയിംസ് സാറ് വാക്സിനേഷന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് പോകാതിരുന്നത്. സാധാരണ ആടുകൾക്ക് കൊടുക്കുന്ന വാക്സിനേഷനും വിരമരുന്നുകളും എല്ലാം കൊടുക്കാം. നമുക്ക് ആകെപ്പാടെയുള്ള ഇതിനകത്ത് വ്യത്യാസം എന്ന് പറഞ്ഞത് കൂട്ടിൽ നിർത്തുന്നു, ഫീഡ് കൊടുക്കുന്നു, ഈ രണ്ട് ഡിഫറൻസേ ഉള്ളൂ. സാധാരണ ആടിനെ പരിപാലിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും. പുല്ല് കൊടുക്കില്ല. എന്തോ വേണ്ട നമുക്ക് പുളിങ്കുരു വേവിച്ചു കൊടുക്കുന്നതാണ് നല്ലത്, പൊടിച്ചിട്ട് വേവിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. കോസ്റ്റ് ഉണ്ട്, കോസ്റ്റിന്റെ ഒരു ചാർട്ട് ഉണ്ടാകുന്നത് എത്രയാണ്. ദിവസം വളർത്തിയാൽ നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ സീസണൽ ബേസിൽ നമുക്ക് കൊടുക്കുവാണെങ്കിലൊക്കെ അതെ. അല്ലാത്ത സമയത്ത് നമുക്കിത് വിറ്റ് പോകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. കാര്യം വെച്ചാൽ 150 ദിവസം കഴിഞ്ഞിട്ട് ഈ സാധനം നമുക്ക് കയ്യിൽ വെച്ചോണ്ടിരിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു മാർക്കറ്റ് കണ്ടിട്ടേ കൊടുക്കാൻ കഴിയുള്ളൂ.
ഏറ്റവും നല്ലത് ഞാൻ ഈ പറഞ്ഞ പെരുന്നാൾ സീസൺ അല്ലെങ്കിൽ ഏതെങ്കിലും അതുമാതിരി ടാർഗറ്റ് ചെയ്ത് വളർത്തുമായിരിക്കും നല്ലത്. ഇത് മാത്രം ലക്ഷ്യം വെച്ച് ഒരിക്കലും ഗോഡ് ഫാമിങ്ങിലേക്ക് വരരുത്. ഞാൻ പറഞ്ഞ നമ്മൾ ഗോഡ് ഫാമിംഗ് നടത്തുമ്പോൾ ഒരു എക്സ്ട്രാ നമുക്ക് ഇൻകം കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വിളവ് കിട്ടാവുന്ന ഒരു സംവിധാനമാണ്. സുഹൃത്ത് വെച്ച് ഞാൻ കറക്റ്റ് അതിന്റെ ഇത് ഓർക്കുന്നില്ല. എക്സ്പെൻസ് എന്താണെങ്കിലും ലാഭകരമാണ്, 100% ലാഭകരമാണ്. ഞാൻ തന്നെയല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിൽ തന്നെ കലിക്കട്ട് KVK ആണ് ഡോക്ടർ ഷൺമുഖവേൽ എന്ന് പറഞ്ഞ ആളാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹം ചെയ്ത് ഈ പ്രൊജക്ട് വിജയിച്ച് ഇന്ത്യയിൽ തന്നെ അംഗീകരിച്ച് അതിനുശേഷം അദ്ദേഹം ഒരു ക്ലാസ് എടുത്തപ്പോൾ ഞാൻ അതിൽ പോയി. അത് വളർത്തുന്ന കർഷകരെ ആദ്യം കുടുംബശ്രീ വെച്ചിട്ടാണ് ഈ പ്രൊജക്ട് ചെയ്തത്. ഏതാണ്ട് അവര് 6-7 ബാച്ച് ഈ കുടുംബശ്രീയുടെ കൂട്ടായ്മകളുണ്ടല്ലോ, അവരെല്ലാം കൂടിയിട്ട് ചെയ്ത് വിജയിച്ച് ലാഭം കിട്ടിയത് അതറിഞ്ഞിട്ടാണ് ഞാൻ ചെന്നത്. അതെല്ലാം ഞാൻ നേരിട്ട് കണ്ട് അവരുടെ അടുത്തു നിന്നുള്ള അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് ഞാൻ ചെയ്ത് നോക്കി വിജയിച്ച് വിറ്റതാണ്. അപ്പൊ അത് എന്താണെങ്കിലും വിജയകരമാണ്, 100% വിജയകരമാണ്. റെഡിമെയ്ഡ് തീറ്റ കൊടുക്കാം, മാർക്കറ്റിൽ കിട്ടുന്ന ആട് തീറ്റ മേടിച്ചും കൊടുക്കാൻ പറ്റും. ഇത് കോസ്റ്റ് കുറച്ച് വേരിയേഷൻ വരും, പക്ഷെ കുറച്ച് വേരിയേഷൻ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ സാധനം സോഴ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പൊ നമ്മൾ ഈ തീറ്റയിൽ പറഞ്ഞ സാധനം സോഴ്സ് ചെയ്യാനായിട്ട് ഒരുപാട് എക്സ്പെൻസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് രണ്ടും നോക്കുമ്പോൾ മേടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. പുളിങ്കുരൊക്കെ മാർക്കറ്റിൽ കിട്ടും, പുളിങ്കുരൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, അതൊക്കെ കിട്ടും. അത് നമ്മുടെ ലോക്കൽ അവൈലബിൾ അല്ലെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഫീഡ് മേടിച്ചു കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഈ ഇത്രയും കർഷകരെ ഒരുമിച്ച് കാണാനും ഇങ്ങനെ ഒരു അവസരം തന്ന അതിന്റെ സംഘാടകരോട് വളരെയധികം നന്ദി അറിയിക്കുന്നു. ഓക്കെ, എല്ലാവരും ലഞ്ച് ബ്രേക്കിലായിട്ട് പുറത്തേക്ക് ജെയിംസ് സാറിന്റെ രണ്ടാമത്തെ സെക്ഷൻ ക്ലാസ്സിന് ശേഷം ഒരു സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും, സെൽഫ് ഇൻട്രോഡ്യൂസിംഗ്. എല്ലാവരും ലഞ്ച് ബ്രേക്കിലായിട്ട് പുറത്തേക്ക് വരും. നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിന്റെ പിന്നില് പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. ഗോഡ് ഫാർമേഴ്സിന്റെ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങള്. അപ്പൊ അതിൽ ഓരോരുത്തരും അതിനുവേണ്ടി മാത്രം വന്നതാണ് നമ്മുടെ ശോധൻ ചേട്ടൻ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തിന് ഒരു ക്ലാപ്പ് കൊടുക്കാം. പിന്നെ ഇന്നൊരു മരണാവശ്യം ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ എത്തിയതാണ് നമ്മുടെ അബ്ദുൽ ഖാദർ സാഹിബ്. അദ്ദേഹമാണ് നമ്മുടെ ഗോഡ് ഫാർമേഴ്സ് ക്ലബിന്റെ ചെയർമാൻ. അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ അല്ലേ? അബ്ദുൽ ഖാദർ സാഹിബ് പോയാ ഉണ്ടല്ലേ? അബ്ദുൽ ഖാദർ സാഹിബിനെ എല്ലാവരും പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. സാഹിബ് നിങ്ങളൊന്ന് എനിക്ക് നിന്ന ആളാരാന്ന് എല്ലാവർക്കും അറിയാം. ആൾ പുറത്താണോ? ഓക്കെ. അപ്പൊ അദ്ദേഹത്തിനും അതെല്ലാം മാറ്റിവെച്ച് വന്ന കാരണം നമുക്കൊരു ക്ലാപ്പ് കൊടുക്കാം. പിന്നെ ഇതിൽ വന്നിട്ടുള്ള പല മെമ്പേഴ്സും ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ഇന്നലെ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഷീർ, റാഫി, അവര് 2 വീലറിലാന്ന് പറഞ്ഞു കുന്നംകുളത്ത് നിന്ന് എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് ഇന്നലെ രാത്രി വന്ന് ഇവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ടുന്ന അവർ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത്, പിന്നെ നമ്മുടെ ഇവിടെ എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന നമ്മുടെ സജിച്ചേട്ടൻ, ആളുടെ ഫാമിലി ഉണ്ട്. അപ്പൊ ഭക്ഷണവും മറ്റു കാര്യങ്ങളും സ്ഥലമൊക്കെ അറേഞ്ച് ചെയ്ത് സജിച്ചേട്ടനാണ്. അപ്പോൾ സജിച്ചേട്ടനും നമുക്കൊരു ക്ലാപ്പ് കൊടുക്കാം. നമ്മൾ വളരെ ചെറിയ തോതിൽ ആരംഭിച്ച ഒരു ഓൺലൈൻ കൂട്ടായ്മയായ വാട്സപ്പ് ഗ്രൂപ്പായിരുന്നു ഗോഡ് ഫാർമേഴ്സ് ക്ലബ്ബ്. ഇന്നത് 500-ൽ മേലെ അംഗങ്ങളുള്ള ഒരു ഓൺലൈൻ കൂട്ടായ്മയായിട്ട് വളർന്നു. അതിന് പ്രത്യേകിച്ച് നമ്മുടെ അഡ്മിൻസിനോടാണ് നന്ദി പറയേണ്ടത്. മറ്റുള്ള ഗ്രൂപ്പിലെ പോലെ ഈ വിഷയമായിട്ട് ബന്ധമില്ലാത്ത യാതൊരു പോസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും അനുവദിക്കാറില്ല. അപ്പോൾ അത് സീരിയസ് ആയിട്ട് ആട് വളർത്തലിന് താല്പര്യമുള്ള അംഗങ്ങളാണ് അതിലുള്ളത്. അപ്പോൾ ഓരോ അംഗങ്ങളും അതിലുള്ള സംശയങ്ങൾ ചോദിക്കുകയും എല്ലാവരും അവരാർക്ക് പറ്റാവുന്ന രീതിയിൽ അവരോടൊക്കെ ഹെൽപ്പ് ചെയ്ത് നല്ല കൂട്ടായ്മയായിട്ടാണ് ഇത് വളർന്നു വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലബ്ബ് വ്യാവസായികമായിട്ട് ആട് വളർത്തുന്ന കർഷകർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും ചെയ്തു വരുന്നു. അപ്പോൾ അങ്ങനെ ഈ വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ആദ്യത്തെ സംരംഭമാണ് ഗോഡ് ഫാർമേഴ്സ് മീറ്റ് 2016. ഇന്നത്തെ നമ്മുടെ ട്രെയിനിങ് 3 ലെസൺ ഉണ്ടായിരുന്നു. തൽക്കാലം അത് നമുക്ക്
കംപ്ലീറ്റ് പൂർത്തിയാക്കാനായിട്ട് പറ്റില്ല. പക്ഷെ നമുക്കിത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണിത്. ആടിന് സാധാരണ വരുന്ന അസുഖങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആടുകൾക്ക് വരുന്ന അസുഖങ്ങൾ നമുക്ക് അറ്റ്ലീസ്റ്റ് അത് തിരിച്ചറിയാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ആട് ഫാം ഭംഗിയായി നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഊഹാപോഹങ്ങളും പലപ്പോഴും നമുക്കറിയാവുന്ന നാട്ടറിവുകളും നമ്മുടെ പരീക്ഷണങ്ങളും പലപ്പോഴും സീരിയസ് ആയിട്ടുള്ള ഒരു ഔട്ട് ബ്രേക്ക് വരുന്ന സമയത്ത് നമ്മളെ ഒരുപാട് നഷ്ടത്തിൽ കൊണ്ടെത്തിക്കും. അങ്ങനെ പല ഫാമുകളിലും 25, 30, 40 ഒക്കെ ആടുകൾ ചത്തുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നിലോ നമുക്ക് അതിനെ പറ്റിയിട്ട് വ്യക്തമായൊരു ധാരണ വേണം, അതല്ലെങ്കിൽ നല്ലൊരു വെറ്റിനറി ഡോക്ടർ, അതല്ലെങ്കിൽ ആ ഏരിയയിൽ എക്സ്പെർട്ടായിട്ടുള്ള ഒരാൾ നമ്മളെ ഹെൽപ്പിനുണ്ടായാൽ മാത്രമേ നമുക്ക് ഒരു ഗോഡ് ഫാം നമുക്ക് സക്സസ്ഫുള്ളായിട്ട് നടത്തിക്കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് നഷ്ടങ്ങളും കാര്യങ്ങളും നമുക്ക് തീർച്ചയായിട്ടും വന്നുപെടും. അപ്പോൾ അസുഖം വന്നിട്ട് നമ്മൾ ചികിത്സിക്കാനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾ അസുഖം വരാതെ നോക്കുന്നതാണ്. കാരണം അസുഖം വന്നാൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം, നമുക്ക് സാമ്പത്തിക നഷ്ടമാണ്, ടൈം നഷ്ടമാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാം. നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ന്യൂട്രീഷൻ മാനേജ്മെൻറ്റും കറക്റ്റ് വാക്സിനേഷനും അതിലെ ഫാമിലെ സാനിറ്റേഷൻ നല്ല ഭംഗിയായിട്ട് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം 95% അസുഖങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് കാണിക്കും. ഇപ്പോൾ ഇത് കോക്സിഡിയോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഡയറിയ വരും, വയറിളക്കം വരും. സാധാരണ ഒരു 4 മാസം 5 മാസമൊക്കെ പ്രായമുള്ള ആട്ടിൻകുട്ടികളിലാണ് ഇത് സാധാരണ കണ്ടുവരുന്നത്. അത് കോക്സിഡിയ എന്ന് പറയുന്ന ഒരു പരാന്ന ഗോജി, അതായത് ആടിൻ്റെ മേത്തൊക്കെ വന്ന് ചോര കുടിക്കുന്ന ഒരു പരാന്ന ഗോജി വരുത്തുന്ന ഒരു അസുഖമാണിത്. അപ്പം നമ്മൾ ഡൊറാമെറ്റിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ല ഐബർമെറ്റിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് സഹായിക്കും. പക്ഷെ അത് കറക്റ്റ് ഇടവേളകളിൽ ടൈമൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. എന്നാലും ഏതേലും ഒരെണ്ണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാത്തിനും പകരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വയറിളക്കം ഉണ്ടാവും. അപ്പം ഡീഹൈഡ്രേഷൻ വരും, ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടും. അപ്പോൾ പലപ്പോഴും ജലാംശം നഷ്ടപ്പെട്ടിട്ടാണ് അത് മരണം സംഭവിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഔട്ട് ബ്രേക്ക് വരുന്ന കേസിൽ ഇപ്പോൾ നമ്മൾ തൈര് കൊടുത്തിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ കട്ടൻ ചായ കൊടുത്തിട്ടോ അങ്ങനെ നമുക്കറിയാവുന്ന നാട്ടറിവുകൾ നമ്മളതിൽ ഉപയോഗിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളത് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ബയോട്രിം DS എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റാണ്. ബയോട്രിം DS അത് 3 രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 1 ടാബ്ലറ്റ് രീതിയിൽ, 2 ഇഞ്ചക്ഷനായിട്ട് IM, 3 IV. ഈ 3 ഇത് നമ്മൾ ഇഞ്ചക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മസിലി കൊടുക്കാം, IV ആണെന്നുണ്ടെങ്കിൽ IV ഉള്ള ഇഞ്ചക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞരമ്പി കൊടുക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫാമിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നത് മസിലിൽ കൊടുക്കാവുന്ന ഇഞ്ചക്ഷനും ടാബ്ലറ്റ്സും ആണ്. അപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് ഫാം നടത്തുന്ന ഒരാൾ നിർബന്ധമായിട്ടും ഒരു ഫാമിൽ വാങ്ങി വെക്കേണ്ട ഒരു ഗുളികയാണ് ബയോട്രിം DS. അത് ഗുളിക ഏകദേശം ഒരു 5 മുതൽ 7 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം വന്നു കഴിഞ്ഞാൽ. എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഡോസേജ് വലിയ ആടാണ്, ഏകദേശം ഒരു 35-40 കിലോ ഒക്കെ മേലെയുള്ള ആടാണെന്നുണ്ടെങ്കിൽ ഒരു ടാബ്ലറ്റ് അതിൻ്റെ ഒരു 25 കിലോ 15 മുതൽ 25 കിലോ ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു പകുതി, ഒരു 10 കിലോ 15 കിലോ താഴെയുള്ള ആണെന്നുണ്ടെങ്കിൽ 1/3 നമ്മൾ കൊടുത്താൽ മതി. അത് രാവിലെ വൈകിട്ട് വെച്ചിട്ട് നമ്മൾ ഒരു 5 ദിവസം, നമ്മൾ 5 മുതൽ 7 ദിവസം അതിൻ്റെ സിവിയർനെസ് അനുസരിച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. എന്താ IM നമ്മൾ മസിലാണ് അടിക്കുക. അത് ബോഡി വെയിറ്റ് അനുസരിച്ചിട്ടാണ്. അതും ഏകദേശം നല്ല വലുപ്പമുള്ള ആടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 മില്ലി വരെ കൊടുക്കാം. മീഡിയം ആണെന്നുണ്ടെങ്കിൽ ഒരു 3 മില്ലി, ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 മില്ലി മതി. അത് രാവിലെയും വൈകിട്ടും, പിന്നെ ദിവസത്തിൽ ഓരോ പ്രാവശ്യം 5 ദിവസം. സാധാരണ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഡോക്ടേഴ്സ് പറയാറുള്ളത് ആന്റിബയോട്ടിക്സിന്റെ കാര്യങ്ങളൊന്നും പറയരുതെന്നാണ്. കാരണം ഒന്ന്, അവർക്ക് അവരുടെ ഒരു പ്രൊഫഷനെ ബാധിക്കുക എന്നുള്ള പേടിയാണോ, അതോ 2 എനിക്ക് തോന്നുന്നു നമ്മളുടെ പല ആൾക്കാരും മുറിവൈദ്യന്മാരുണ്ടാവും. അപ്പം നമ്മളത് സ്വയം പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഒരുപാട് നഷ്ടത്തിൽ കലാശിക്കാതിരിക്കാൻ കൂടിയിട്ടാണ് തോന്നുന്നു. പിന്നെ നമുക്ക് രണ്ടാമത് വരുന്ന ഒരു സംഭവമാണ് എൻട്രോടോക്സിമിയ.
എൻഡ്രോടോക്സിമിയ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഫീഡിന്റെ ഗുണമേന്മയും അതിന്റെ അളവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അസുഖമാണ്. കൊളസ്ട്രോഡിയം പെർഫിക്ജൻ എന്ന് പറയുന്ന ടൈപ്പ് ഡി ബാക്ടീരിയ ആണ് ഇതിന് കാരണം. അതൊരു വിഷാംശം നമ്മുടെ വയറ്റിൽ ഉണ്ടാക്കും ആടിന്റെ. നമ്മൾ ആടിന് ശരീര തൂക്കത്തിന്റെ 1 മുതൽ 2% തീറ്റ മാത്രമേ നമുക്ക് ആടിന് ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ കൈത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ദഹന പ്രക്രിയ നടക്കില്ല. കാരണം കൊടുക്കേണ്ട കൈത്തീറ്റ 35 മിനിറ്റ് മുതൽ 1 മണിക്കൂറിനുള്ളിൽ അത് ദഹിച്ചു തീരണം. അപ്പോൾ ആ ദഹിക്കാനുള്ള കപ്പാസിറ്റി കൂടുതൽ നമ്മൾ തീറ്റ കൊടുത്താൽ ആട് പെട്ടെന്ന് നന്നാവുമെന്ന് വിചാരിച്ചാൽ ആട് നന്നാവില്ല. പക്ഷെ ആ ദഹിക്കാതെ കിടക്കുന്നത് പിന്നീട് ഈട്ടിയായിട്ട് എൻഡ്രോടോക്സിമിയ ആയിട്ട് ആട് പിറകു വശം തളർന്നിട്ട് ചത്തുപോകും. അപ്പോൾ എൻഡ്രോടോക്സിമിയ നമ്മൾ അത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചു കുട്ടികളുടെ ആടുകുട്ടികളുടെ ഒരു മുലകുടി മാറ്റി കഴിയുമ്പോൾ ഏകദേശം ഒരു 2.5-3 മാസം പ്രായത്തിൽ നമ്മൾ ആദ്യത്തെ വാക്സിനേഷൻ എടുക്കണം. രണ്ടാമത് അതിന്റെ തുടർന്നുള്ള വാക്സിനേഷൻസ് എല്ലാ വർഷവും കറക്റ്റായിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിൽ പല വാക്സിനേഷൻസും നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ എൻഡ്രോടോക്സിമിയ വന്നെന്നുള്ളത് എങ്ങനെ നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിശപ്പ് കുറവായിരിക്കും, ഭക്ഷണത്തോടുള്ള ഒരു വിരക്തി കാണിക്കും, അതേമാതിരി യാതൊരു ഉഷാറില്ലായ്മയായിട്ട് നിൽക്കും, സാധാരണ ഉള്ളൊരു ഓട്ടോ ചാറ്റോ ആക്ടിവിറ്റി ഒന്നും കാണില്ല. അതുമാതിരി ബോഡി ടെമ്പറേച്ചർ ഉണ്ടാവും, ഇടയ്ക്ക് നന്നായിട്ട് വയറിളകുകയും ചെയ്യും. അപ്പോൾ എൻഡ്രോടോക്സിമിയയുടെ തീവ്രത വർദ്ധിക്കുന്നതനുസരിച്ച് ആടിന് നിൽക്കാൻ പോലും കഴിയില്ല. അതിപ്പോൾ അതിങ്ങനെ അങ്ങനെ വേച്ചു പോകാൻ തുടങ്ങും. സാവധാനം പിന്നെ വട്ടം കറങ്ങാൻ തുടങ്ങും. അവസാനം അത് പിറക് തളർന്ന് മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ നമുക്കിത് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഇതിൻ്റെ വാക്സിനേഷൻ കറക്റ്റായിട്ട് നമ്മൾ എടുക്കുന്നത് വഴിയാണ്. അതേമാതിരി വരുന്ന വേറൊരു അസുഖമാണ് അസിഡോസിസ്. അതായത് അബദ്ധത്തിൽ വലിയൊരളവിൽ ഗരാഹാരം കഴിച്ചു കഴിഞ്ഞാലും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഭക്ഷണം കൊടുത്താലും വരുന്ന ഒരവസ്ഥയാണ്. പലപ്പോഴും നമ്മൾ ഇത് ഈട്ടിയായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇതിലെന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തത്തിലെ pH-ന്റെ വാല്യൂ ഭയങ്കരമായിട്ട് കുറഞ്ഞു വരും. അപ്പോൾ സാധാരണ വേണ്ടതിനേക്കാളും കൂടുതൽ ആടിന് ദഹനരസം ആവശ്യമായിട്ട് വരും നമ്മൾ ഒരുപാട് തീറ്റ കഴിച്ചു കഴിയുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലഡിലെ pH വളരെ കുറയും. അങ്ങനെ വരുന്ന ഒരവസ്ഥയിൽ അതിൻ്റെ പേശികൾ കോച്ചു വലിയും, അതേമാതിരി അത് ശരീരം വിറയ്ക്കും, പല്ലെറുമ്പം അതേമാതിരി തൂങ്ങി പിടിച്ചൊക്കെ നിൽക്കും. അവസാനം ഗ്യാസ് വന്ന് വീർത്തിട്ട് ആട് ചത്തുപോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ അധികം തീറ്റ കിട്ടുന്ന ഒരവസ്ഥ ഒഴിവാക്കാം. വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 2 മുതൽ 3 ഔൺസ് വരെ സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ സോഡ ബൈകാർബണേറ്റ് നമ്മൾ വെള്ളത്തിൽ ചാലിച്ചിട്ട് കൊടുക്കാം. പിന്നെ വരുന്നൊരു സംഭവമാണ് പ്രഗ്നൻസി ടോക്സിമിയ എന്ന് പറയുന്നത്. ഇതുമൂലം ഒരുപാട് ഗർഭമലസ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് നമ്മൾ കീറ്റോസിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനോട് വളരെ സിമിലറായിട്ട് വരുന്ന ഒരു അസുഖമാണിത്. ഇത് പെണ്ണാടുകൾക്ക് ഗർഭത്തിന്റെ ഒരു അവസാന കാലഘട്ടത്തിലാണ് വരാറ്. അപ്പോൾ മെറ്റബോളിക് ഡിസീസ് ആണത്. ഈ സമയത്ത് നമ്മൾ ആടിന് കറക്റ്റായിട്ട് നമ്മൾ തീറ്റ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആട് കഴിക്കുന്ന തീറ്റയുടെ മെജോറിറ്റി വരുന്ന തീറ്റ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കും. കുഞ്ഞുങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡെലിവറി വരുന്ന സമയത്ത് അതിന് ആവശ്യത്തിന് വേണ്ട പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് വരും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ന്യൂട്രീഷൻ മാനേജ്മെന്റ് കറക്റ്റായിട്ട് അതിന് വേണ്ട ന്യൂട്രീഷൻസും മിനറൽസൊക്കെ തീറ്റയിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഈ ഒരു അവസ്ഥ ഒഴിവാക്കാം.
അതിന്റെ ലക്ഷണങ്ങൾ മെയിനായിട്ട് ആട് വളരെ ഒരു ഉഷാറൊന്നും ഇല്ലാണ്ട് കിടക്കും. അതേമാതിരി വിശപ്പ് കുറവായിരിക്കും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാല് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാലിൽ നന്നായിട്ട് വിയർപ്പുണ്ടാവും. അതേമാതിരി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നല്ല ക്ഷീണത്തോടു കൂടി കിടക്കാം. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ തിരിച്ചറിയണം അത് പ്രഗ്നൻസി ടോക്സിമി ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യം പ്രോപ്പലിൻ ഗ്ലൈക്കോൾ, അതല്ലാന്നുണ്ടെങ്കിൽ സോഡിയം പ്രോപ്പലിൻ ഗ്ലൈക്കോൾ സോഡിയം ബൈകാർബണേറ്റിട്ട വെള്ളത്തിൽ നമ്മൾ ചാലിച്ചിട്ട് ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഇടവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് റിക്കവറായിട്ട് കിട്ടും. നമുക്ക് സോഡിയം ബൈകാർബണേറ്റ് ഒക്കെ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അതേമാതിരി പ്രോപ്പലിൻ ഗ്ലൈക്കോൾ ഇത് കിറ്റോസിസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അസിഡോസിസിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു അവസ്ഥയാണ്. കീറ്റോസിസ് ഇതൊരു ഗർഭകാലത്ത് വരുന്ന ഒരു അസുഖമാണ്. അതായത് ഒന്നുകിൽ പ്രസവത്തിന് മുമ്പോ അല്ലെങ്കിൽ പിൻപോ ഇത് സംഭവിക്കാം. പല ഫാമുകളിലും ആടിന് വേണ്ടത്ര അല്ലെങ്കിൽ അതിന് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് കൊടുക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ ഇതിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, ഇതിലുള്ള പ്രോട്ടീൻ കുഞ്ഞുങ്ങൾ വലിച്ചെടുക്കും. തള്ളേരെ ആവശ്യങ്ങൾക്ക് തികയില്ല. അപ്പോൾ പ്രസവത്തിന് ശേഷം ശരീരത്തിൽ ബാക്കിയുള്ള പ്രോട്ടീൻ കൂടി പാലുൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൽ കരുതി വെച്ചിട്ടുള്ള പ്രോട്ടീൻ്റെ ഇത് കംപ്ലീറ്റ് തീരും. അങ്ങനെ വരുമ്പോൾ ആടിൻ്റെ സ്വന്തം കോശങ്ങൾ തന്നെ പട്ടിണി കിടക്കാനായിട്ട് ആരംഭിക്കും. അതുവഴി മാരകമായ കിറ്റോസിസ് രോഗം ഉണ്ടാവും. അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീറ്റ എടുക്കാതിരിക്കാം. അതേമാതിരി പാല് ഉൽപാദനം കുറയും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുഖം പിടിച്ചിട്ട് ആ ശ്വാസം ശ്രദ്ധിച്ചാൽ നല്ല സ്വീറ്റായിട്ടുള്ള ഒരു സ്മെല്ല് അറിയാൻ പറ്റും. അപ്പോൾ ആ സ്മെല്ലിൽ വരുന്ന സാധാരണ ആടിൻ്റെ ഉള്ള ശ്വാസമായിട്ട് ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്കത് തിരിച്ചറിയാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഗ്ലൂക്കോസ് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പലിൻ ഗ്ലൈക്കോള് അല്ലെങ്കിൽ മൊളാസസ് അല്ലെങ്കിൽ നമുക്ക് കലക്കിയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ചിലപ്പോഴൊക്കെ ചില ആളുകൾ ഇപ്പോൾ നമ്മൾ പ്രോപ്പലിൻ ഗ്ലൈക്കോള് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് എഫക്റ്റീവായിട്ട് കിട്ടുന്നത് പ്രോപ്പലിൻ ഗ്ലൈക്കോളാണ്. ഇതിൻ്റെ ഡോസേജ് അതിൻ്റെ ബോഡി വെയ്റ്റിനനുസരിച്ചിട്ടാണ്. അപ്പോൾ കീറ്റോസിസ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആട് ചത്തുപോകും. പ്രസവം കഴിഞ്ഞൊരു 1 മാസം 2 മാസത്തിനുള്ളിൽ ഇങ്ങനെ പല ആടുകളും ചത്തുപോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ പ്രസവിച്ച് കഴിഞ്ഞ ആട് ആദ്യത്തെ ഒരാഴ്ചയുള്ളിലൊക്കെ വരുന്ന അസുഖങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗർഭപാത്രത്തിലുള്ള ഇൻഫെക്ഷനാണ്. പലപ്പോൾ നമ്മൾ കുട്ടീനെ വലിച്ചെടുക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ ആട് തന്നെ നിലത്തിരിക്കുമ്പോഴൊക്കെ ആ ഗർഭപാത്രത്തിൽ ഇൻഫെക്ഷൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരാട് പ്രസവിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ ഒരാഴ്ച വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. അതിൻ്റെ പിറകിൽ നിന്ന് എന്തെങ്കിലും ഒരു ചീഞ്ഞ മണം വരുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അതിന് വേണ്ട ആൻറ്റിബയോട്ടിക്സ് 3 ദിവസം കൊടുക്കണം. നമുക്ക് ആടിനെ പൂർണ്ണമായിട്ടും രക്ഷിക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ കീറ്റോസിസ് വരുന്നതിനേക്കാളും വന്നിട്ട് നമ്മൾ ചികിത്സിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് നമ്മൾ അത് വരാതെ നോക്കുന്നതാണ്. അതതിൻ്റെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ടാണ്, ശരീരത്തിന്റെ തൂക്കം അനുസരിച്ചിട്ട്. അത് നമ്മൾ ഓരോ 2 ആഴ്ച കൂടുമ്പോൾ ഇടവിട്ട് കൊടുക്കണം. പിന്നെ അത് കൂടാതെ കീറ്റോസിസിനുള്ള മരുന്നുകളും പല കമ്പനികളും ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ തീരെ ആവശ്യതയുള്ള ആടാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഗ്ലൂക്കാ ബൂസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ഹെർബൽ കോമ്പിനേഷനാണ്. നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. അത് ദിവസത്തിൽ ഒരു 2-3 പ്രാവശ്യം കൊടുക്കും. അപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് അതിന് പെട്ടെന്ന് എനർജി കിട്ടും. പിന്നെ വരുന്നൊരു സുഖേടാണ് ടെറ്റനസ് വന്നു കഴിഞ്ഞാൽ അധികം വരിക ഒരു 3 മാസം 2 മാസം പ്രായമുള്ള കുട്ടികൾക്കാണ്. അത് വന്നു കഴിഞ്ഞാൽ അത് ചത്തുപോകാറുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്? കൈയും കാലൊക്കെ വലിഞ്ഞ് മുറുങ്ങിയിട്ട് നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. അപ്പോൾ ഇത് സംഭവിക്കുന്നത് നമ്മൾ പെണ്ണാടുകൾ 3 മാസം കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ TTയിൽ ഇഞ്ചക്ഷൻ എടുക്കണം. TTയിൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ വിശ്വാസ്യതയുള്ള നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ ഒക്കെ അങ്ങനെയൊക്കെയുള്ള കടകളിൽ നിന്ന് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ കാരണം നാട്ടിലുള്ള ചെറിയ മെഡിക്കൽ സ്റ്റോറുകളൊക്കെ വൈകിട്ട് പോകുമ്പോൾ കറണ്ട് കാശ് ലാഭിക്കാനായിട്ട് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് പോകും. അപ്പോൾ നമ്മളുടെ ഒരു ഗതികേടാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഹർത്താൽ വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഓൺ ആവില്ല,
പിന്നെ അതിൻ്റെ വ്യത്യാസം ഞായറാഴ്ചയാണെങ്കിൽ 2 ദിവസം ഫ്രിഡ്ജ് അടഞ്ഞു കിടക്കും. പിന്നെ അങ്ങനെയുള്ള TT മരുന്ന് നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. ആ TTയിലെ മരുന്ന് 2 ഡിഗ്രി മുതൽ 8 ഡിഗ്രി വരെ സൂക്ഷിച്ചത് എടുത്താൽ മാത്രമേ നമ്മൾ TTയിൽ ഇഞ്ചക്ഷൻ എടുത്തിട്ട് കാര്യമുള്ളൂ. കാരണം പല ഫാമുകളിലും TTയുടെ വാക്സിൻ എടുത്ത ഫാമുകളിൽ ആടുകൾ ചത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് തിരക്കുകയും അന്വേഷണങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ ഈ മരുന്ന് എവിടെ നിന്നാണ് മേടിച്ച് ബാക്കി കാര്യങ്ങൾ നമ്മൾ ഒരു കുറച്ച് അങ്ങനെയുള്ള മെഡിക്കൽ ഷോപ്പുകൾ പേഴ്സണലായിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ വൈകിട്ട് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വിശ്വാസ്യതയുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മേടിക്കുക. പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ ചെയ്യാനുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻസിലിൻ ഇഞ്ചക്ഷൻ മാത്രമാണ്. അത് നമുക്ക് ഒരു ചാൻസ് 50-50 ആണ്. എന്നാലും പെൻസിലിൻ ഇഞ്ചക്ഷൻ ഒരു പരിധി വരെ നമുക്ക് ഗുണം ചെയ്യും. പിന്നെ വരുന്നതാണ് ഫുട്ട് റോട്ട്. അത് ആ ഫുട്ട് ഹൂഫ് കറക്റ്റായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഇത് വന്നിട്ടുള്ള ആടുകൾ ചെറുതായിട്ട് ഇങ്ങനെ മുടന്തി നടക്കും. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ അസുഖം വരാതിരിക്കാനായിട്ട് അതിൻ്റെ പ്രതിരോധമാണ്. പലപ്പോഴും നമ്മൾ നനഞ്ഞ ചെളിയുള്ള സ്ഥലത്തൊക്കെ കൂടുന്ന സ്ഥലത്തൊക്കെ ആടുകളെ കെട്ടിയിടുന്നിടത്ത് പെട്ടെന്ന് തന്നെ വരാറുണ്ട്. അപ്പം കുളമ്പ് ചീത്തയാവുകയാണ് ചെയ്യുക. കുളമ്പ് ചീയും, ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആട് നടക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ചില ആടുകളുടെയൊക്കെ എല്ലാത്തിനും ഒരു 100 ആടൊക്കെ ഉണ്ടെങ്കിൽ 2-3 ആടുകളുടെ കുളമ്പ് വളരും. അതേമാതിരി ഇടയ്ക്ക് നമ്മൾ ആ കാലൊക്കെ നടത്തത്തിന് വ്യത്യാസം വരുമ്പോൾ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ ഷൂ, അതായത് അതിൻ്റെ ആ കുളമ്പിന്റെ പുറമെ വരെ ഉള്ളതാണ് പ്രൊട്ടക്റ്റീവ് ലെയർ. അതിൻ്റെ ഉള്ളിൽ ഒരു വെളുത്ത കളറിൽ ഒരു ഇത് കാണാം. അപ്പൊ ഈ കാലിങ്ങനെ പിടിച്ച് മടക്കി നോക്കിയാൽ എലി കരണ്ട മാതിരി ആ കറുപ്പ് കംപ്ലീറ്റ് പോയിട്ട് ആ വെളുത്ത് കംപ്ലീറ്റ് ദ്രവിച്ചിരിക്കുന്നതാണ്. അങ്ങനെ വന്നാൽ നമുക്ക് ചെയ്യാനുള്ളത് കോപ്പർ സൾഫേറ്റ്, അതായത് തുരിശ് വെച്ചിട്ട് അതേമാതിരി ആന്റിബയോട്ടിക്സ് ഏതെങ്കിലും ആഡ് ചെയ്തിട്ട് നമുക്ക് അത് ഫുഡ് ബാത്ത് ചെയ്യാണ്. അപ്പം ഞാനൊക്കെ ഫാമിൽ സാധാരണ ചെയ്യാറുള്ളത് ഒരു പഴയ സോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് പഞ്ഞി വെക്കും. പഞ്ഞി വെച്ചതിന് ശേഷം അത് നമ്മൾ ആ കാലുമ കയറ്റിയിടും. ഈ കോപ്പർ സൾഫേറ്റ് വെള്ളത്തിൽ ലയിപ്പിച്ചതും ആയിക്കോട്ടെ പ്രൊവിഡോൺ ഐഡിനോ ഏതാ നമുക്ക് അവൈലബിൾ ഉള്ളതെന്ന് വെച്ചാൽ അതിൽ വെച്ചിട്ട് നമ്മൾ ഈ സോക്സ് റബ്ബർ ബാൻഡോ അല്ലാന്നുണ്ടെങ്കിൽ നൈസായിട്ട് കെട്ടി നിർത്തി കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒരു 2 മിനിറ്റ് ആ കാലൊന്ന് ഇതിൽ മുക്കി വിട്ടാൽ മതി. ഒരു 10-15 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് വലിയ വ്യത്യാസമായിട്ട് കിട്ടും. പിന്നെ വരുന്നതാണ് ലാമിനിറ്റിസ്. എന്താണ്? സോക്സ് കാലുമായി കിടക്കണം. അപ്പൊ അതിന്റെ താഴെ പഞ്ഞി വെച്ചിട്ടുണ്ടല്ലോ, ആ പഞ്ഞിയിൽ ഈ മിശ്രിതം എപ്പോഴും നനവുണ്ടാവും. അപ്പൊ ഒരു 4-5 മണിക്കൂർ തന്നെയും ഈ കാല് നനഞ്ഞിരിക്കും. നമ്മള് വൈകിട്ട് അതിൽ മുക്കാൻ വരുമ്പോഴേക്കും അതിൽ ഈർപ്പം നിൽക്കണ്ടാവും. അപ്പൊ നമുക്ക് എഫക്റ്റ് പെട്ടെന്ന് കിട്ടും. അപ്പൊ യൂഷ്വൽ കേസിൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ വ്യത്യാസം കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. പിന്നെ വരുന്ന ഒരു അസുഖമാണ് ലാമിനിറ്റിസ്. അത് വന്നിട്ടുള്ള ഒരു ഇതിന്റെ പിക്ചറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലാമിനിറ്റിസ് വന്നിട്ട് കഴുകി ഇത് നമുക്ക് ഗ്രൈൻഡർ വെച്ചോ കത്തി വെച്ചോ ആടിന്റെ കാലിന്റെ അടിവശം ഇങ്ങനെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ആടുകൾ അതിനുശേഷം നമ്മൾ പ്രൊവിഡോൺ ഐഡിനൊക്കെ തേച്ച് നല്ല വൃത്തിയാക്കി, വല്ലാണ്ട് അഴുക്കുണ്ടെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു 15-20 രൂപയുള്ള മെഡിക്കൽ ഷോപ്പിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അതിൽ ഇങ്ങനെ പതുക്കനെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ ഇങ്ങനെ പരപരാന്ന് പൊന്തിയിട്ട് നല്ല പത പോലെ പുറത്തേക്ക് വരും, നന്നായിട്ട് ക്ലീൻ ആവും. അതിനുശേഷം നമുക്ക് ഇതേമാതിരി തന്നെ ചെയ്ത മെത്തേഡുകളാണ് അതിനും ചെയ്യാനുള്ളത്. പക്ഷെ ലാമിനറ്റിസ് ഉണ്ടാവുന്നതിന്റെ കാരണം അഴുക്കോ അല്ലാന്നുണ്ടെങ്കിൽ പരിസര ശുചിത്വമില്ലായ്മയല്ല, നമ്മൾ കൊടുക്കുന്ന തീറ്റയിലെ പ്രോട്ടീൻ്റെ അളവ് ഒരുപാട് കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആടുകൾക്ക് കാലൊക്കെ ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവും. ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ നമ്മൾ ഏതെങ്കിലും വേദന സംഹാരികൾ കൊടുക്കണം. പിന്നെ ഫെനിൽ ബുട്ടാസോൺ പോലുള്ള ഏതെങ്കിലും വേദന സംഹാരികൾ നമുക്ക് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ ചെയ്ത അതേ ട്രീറ്റ്മെന്റ് തന്നെ നമുക്ക് ഇതിന് ചെയ്യാം. ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. ഇത് നമ്മൾ ന്യൂമോണിയ ബാധിച്ച ഒരാടിൻ്റെ
ശ്വാസകോശത്തിൽ ഇത് ബാധിച്ചത് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തെടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ വന്നിട്ടുള്ള ഡാമേജസ് ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. 2 ആടിന് സാധാരണ ചുമയും അതേമാതിരി നമുക്ക് മനുഷ്യർക്ക് വരുന്ന മാതിരിയുള്ള സാധാരണ കോൾഡ് വരാറുണ്ട്. സാധാരണ കോൾഡ് വരുന്നതും ന്യൂമോണിയയും ഡിഫറെൻ്റാണ്. അപ്പോൾ ശക്തമായ ന്യൂമോണിയ ഉണ്ടെങ്കിൽ ഈ ആടിൻ്റെ മൂക്കിൻ്റെ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ മൂക്കിന്ന് ഇത് ഒരു സ്രവം പോലെ ഇങ്ങനെ കട്ട പിടിച്ച് വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ബോഡി ടെമ്പറേച്ചർ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ പനി ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ട ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെയുള്ള ന്യൂമോണിയ ഏറ്റവും കൂടുതൽ വരുന്നത് വായുസഞ്ചാരം കുറഞ്ഞ മരം കൊണ്ടുള്ള കൂടുകളിലാണ്. അതല്ല, രണ്ടാമത് വരുന്നത് ഒരുപാട് ഒരു കൂട്ടിൽ കൊള്ളുന്നതിനേക്കാളും കൂടുതൽ ആടുകളെ നമ്മൾ തിക്കായിട്ട് ഇടുമ്പോഴൊക്കെയാണ് വരാറ്. മെയിനായിട്ട് ഇത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയ കാരണം ആ ശ്വാസത്തിൽ കൂടെ ഒരെണ്ണത്തിന് വന്ന എല്ലാത്തിനും പെട്ടെന്ന് വരും. ഏറ്റവും മിനിമം ഒരെണ്ണത്തിന് വന്ന കൂട്ടിലുള്ള എല്ലാ ആടുകൾക്കും അത് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ആന്റിബയോട്ടിക് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത്തിരി വലുപ്പമുള്ള ആടുകളാണെങ്കിൽ നമ്മൾ കൂടുതൽ അളവിലുള്ള മരുന്ന് 2 കാലിലും മാറി വെച്ച്